നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ, ഡബിൾ ഡെക്കർ ബസ്സിലിരുന്ന് ട്രിവാൻഡ്രം സിറ്റി ഫുൾ ഒന്ന് കാണണമെന്ന്. അങ്ങനെ ഈ ശനിയാഴ്ച എന്തിനാ ചുമ്മാ സമയം കളയുന്നെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഡബിൾ ഡെക്കർ ബസ് ഓർമ്മ വന്നിട്ട് നേരെ അങ്ങ് KSRTCയുടെ സൈറ്റ് എടുത്തു. 5 മണിക്കുള്ള സിറ്റി ബസ് റൈഡ് അങ്ങോട്ട് ബുക്ക് ചെയ്തു. ഞാനും എൻ്റെ പ്രിയപ്പെട്ട മമ്മിയും എപ്പോഴും എല്ലാ കാര്യത്തിനും കറക്റ്റ് ടൈമിൽ എത്താറുള്ളത് കൊണ്ട് 5 മണിയുടെ ബസ് റൈഡ് നമ്മൾ എത്തിയത് 5:15-നാണ്. പക്ഷെ ബസ് ഏകദേശം ലേറ്റ് ആയത് കാരണം നമുക്ക് നമ്മുടെ റൈഡ് മിസ്സായില്ല. ശരിക്കും ഒരു ഈവനിങ് റൈഡ് 3 PM സ്റ്റാർട്ട് ചെയ്ത് 10 PM ലാസ്റ്റ് ചെയ്യുന്നത്. സോ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ടായിരിക്കും റൈഡ് ഉണ്ടാവുക. സ്റ്റാർട്ടിങ് ഫ്രം ഈസ്റ്റ് ഫോർട്ട് നോർത്ത് ലാസ്റ്റ് ലുലുമാൾ കവർ ചെയ്തിട്ട് തിരിച്ച് ഈസ്റ്റ് ഫോർട്ടിൽ തന്നെ നമ്മളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. ബസ്സിൽ ഉണ്ടായിരുന്നവരൊക്കെ പല പല സ്ഥലത്തു നിന്ന് വന്നവരായിരുന്നു. അപ്പോൾ കണ്ടക്ടർ ചേട്ടൻ എല്ലാവരെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ഈ റൈഡിന്റെ ഫുൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു. പാട്ടൊക്കെ ഇട്ട് ഫുൾ ജോളി മൂഡിലായിരുന്നു റൈഡ് ഉണ്ടായിരുന്നത്. ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അതിന്റെ ഹിസ്റ്ററി, അതെന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു, ഓരോ കാര്യങ്ങൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി ബസ് റൈഡ് സ്റ്റാർട്ടാക്കി. ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിയൊക്കെ ആക്ച്വലി നമ്മളൊരു ഇഷ്ടം പോലെ വട്ടം ഈ റൂട്ടൊക്കെ പോയിട്ടുള്ളതാണെങ്കിലും ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ ഇരുന്നിട്ട് ആ ഒരു കാഴ്ച, ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമായിരുന്നു. ഞാനും മമ്മിയും പറയാം, നമ്മളിത് സ്ഥിരം പോകുന്ന റൂട്ടല്ലേ, പക്ഷെ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഡിഫറെന്റ് ഫീലിംഗ്. ശരിക്കും നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട കാര്യമാണ് ഈ ഒരു ഡബിൾ ഡെക്കർ ബസ് ജേർണി, ഈ സിറ്റി ബസ് റൈഡ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ജേർണിയും കണ്ട കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ നമ്മുടെ ജേർണി പാളയത്തെത്തുമ്പോൾ കാണേണ്ട ഒരു കാഴ്ചയുണ്ട്. അതായത് ട്രിവാൻഡ്രത്ത് മാത്രമേ ഈ ഒരു കാഴ്ച കാണാൻ പറ്റുള്ളൂ. ഒരു മോസ്കും ടെമ്പിളും അതിൻ്റെ നടുക്കായിട്ട് ഒരു ചേർച്ചും ഉണ്ട്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഫേമസ് ആയിട്ടുള്ള പാളയം ചേർച്ചും ഉണ്ട്. ഈ ഒരു കാഴ്ച നമുക്ക് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ് തരുന്നത്. കറക്റ്റ് ഒരു ആംഗിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മോസ്കിനും ടെമ്പിളിൻ്റെയും ബാക്കിലുള്ള ചേർച്ചും കാണാൻ പറ്റും. മൂന്നും ഒരു കോമ്പൗണ്ടിലാണ് ഉള്ളത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. അങ്ങനെ നമ്മൾ പാളയം വഴി നേരെ നിയമസഭാ മന്ദിരത്തിൻ്റെ മുമ്പിൽ കൂടെ നമ്മൾ പോയത് മ്യൂസിയം റൂട്ടിലേക്കാണ്. സോ പോകുന്ന വഴിക്ക് നമ്മൾ KTDCയുടെ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടലായ മസ്കറ്റ് ഹോട്ടൽ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടായി.
എന്തുകൊണ്ട് 5 മണിയുടെ സിറ്റി റൈഡ് ചൂസ് ചെയ്തതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു സ്കൈ, ഈ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു സ്കൈ ഭയങ്കര ഭംഗിയായിരുന്നു. ഈ വീഡിയോനെക്കാട്ടിലും നേരിട്ട് നമ്മൾ ആ ഡബിൾ ഡെക്കർ ബസ്സിലിരുന്നിട്ട് ഇങ്ങനെ ഫുൾ സിറ്റി കണ്ട് എൻജോയ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു സൺസെറ്റും കൂടി വരുമ്പോൾ എൻ്റെ മോനെ ഒടുക്കത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ നേരെ പോകുന്നത് ബീച്ചിൻ്റെ സൈഡിലോട്ടാ. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എത്ര ഭംഗിയായിരിക്കും എന്ന്. ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ ആ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ശംഖുമുഖം ഭാഗത്തേക്ക് പോയി. അപ്പോൾ അവിടെ റൺവേ ഒക്കെ കാണാൻ പറ്റും. പക്ഷേ പ്രൈവസി റെസ്ട്രിക്ഷൻസ് ഒക്കെ കാരണം നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇരുന്ന് ആസ്വദിച്ചിട്ടുണ്ടായാലും. രാത്രിയും കൂടി കാരണം റൺവേ ലൈറ്റ് ഒക്കെ ഇട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. അങ്ങനെ ഇത്രയും നേരം നമ്മുടെ അടുത്ത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം എണീറ്റ് നിൽക്കരുത്, ഇലക്ട്രിക് കമ്പിയൊക്കെ പോകുന്നത് കുറച്ച് റിസ്ക് ആണ്, സോ എപ്പോഴും നമ്മൾ സീറ്റഡ് ആയിരിക്കണം, പറയുന്ന സമയത്ത് മാത്രം എണീറ്റാൽ മതി. അങ്ങനെ ആ എണീക്കുന്ന സമയം എത്തിയിരിക്കുകയാണ്. എല്ലാവരോടും എണീറ്റ് നിന്ന് ഡാൻസ് കളിക്കണമെങ്കിൽ ഡാൻസ് കളിച്ചോ, എണീറ്റ് നിന്ന് റൈഡ് അങ്ങോട്ട് എൻജോയ് ചെയ്തോളാം പറഞ്ഞു. എൻ്റെ മോനെ ആ സമയത്ത് ചെറുതായിട്ടൊന്ന് മഴയും പെയ്യാൻ തുടങ്ങി. കിട്ടില്ലെന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഡബിൾ ഡെക്കർ ബസ്സിൽ പോകുമ്പോൾ കറക്റ്റ് മഴ പെയ്ത് എന്തായിരിക്കും അവസ്ഥ, ആ റൈഡ് ഫുള്ള് കൊളാവില്ലേന്ന്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഭയങ്കര മഴയൊന്നും ആയിരുന്നില്ല, ചെറിയ ചാറ്റൽ മഴയായിരുന്നു. നമ്മൾ അവിടെ ഇരുന്നിട്ട് ശരിക്കും മറ്റേ സിനിമയിലും ഈ മ്യൂസിക് വീഡിയോസിലൊക്കെ കാണുന്ന പോലെ അത് മെയിൻ ക്യാരക്ടർ മൊമെന്റ് എന്നൊക്കെ പറയല്ലേ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു. പാട്ടും ബസ്സിൽ പാട്ടും ഉണ്ട്, ചെറിയ മഴയും ആ കാറ്റും കൊണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ഫുൾ സിറ്റി ലൈറ്റ്സും കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, മമ്മി പെട്ടെന്ന് ഡബിൾ ഡെക്കർ ബസ്സിൽ പോയാലെന്ന് ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ ആദ്യം പോണോ വേണ്ടോ, പിന്നെ ഒന്നും നോക്കണ്ട രണ്ടും കൽപ്പിച്ച് അങ്ങ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തതാ. അല്ലേലും എപ്പോഴും അങ്ങനെയാ, നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് എടുക്കുന്ന പല തീരുമാനങ്ങളും ചില സമയത്ത് നമുക്ക് ഏറ്റവും നല്ല മെമ്മറി മാത്രമേ തരുള്ളൂ. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് മഴ അങ്ങോട്ട് കനക്കാൻ തുടങ്ങി. എല്ലാവരും താഴത്തെ ലോവർ ഡെക്കിലേക്ക് പോയി. പക്ഷെ ഞാനും അമ്മയും കൂടി അവിടെ തന്നെ ഇരിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഭയങ്കര മഴയല്ല, ചെറിയ മഴയായിരുന്നു. എന്തായാലും നനഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ സ്കൂട്ടറിൽ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, തിരിച്ചു പോകുമ്പോഴും നനയണം. അപ്പം അവിടെ തന്നെ ഇരിക്കാം, ഇവിടെ ഇരുന്നിട്ട് മഴ കൊണ്ട് അങ്ങ് യാത്രയാന്ന് വെച്ചാൽ നമ്മൾ അവിടെ തന്നെ അങ്ങ് ഇരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ജേർണി എൻഡ് ചെയ്തു. തിരിച്ച് ഈസ്റ്റ് ഫോർട്ടിലെത്തി. ഇറ്റ് വാസ് സോ നൈസ്. ഞാനും മമ്മി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്ത് നല്ല രസമായിരുന്നല്ലേ, വന്നില്ലായിരുന്നു മിസ് ചെയ്യുന്നൊക്കെ. സോ ട്രിവാൻഡ്രത്തുള്ളവരും വരുന്നവരും എന്തായാലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം.